നമസ്കാരം. ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അശുദ്ധമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഇവ പകരുന്നത്. സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് രോഗാണു. ഇത് രോഗിയുടെ മലത്തിൽ ധാരാളമായിട്ട് കാണുന്നു. വെള്ളത്തിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാവാൻ ഇത് ഇടയാകുന്നു. ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചയിലൂടെയും അസുഖം വ്യാപിക്കും. തുടർന്ന് കുടലിലെത്തുന്ന ബാക്ടീരിയ രക്തത്തിൽ പ്രവേശിക്കുകയും പിത്താശയം, കരൾ, സ്പ്ലീൻ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ചെയ്യുന്നു. രോഗി മലമൂത്ര വിസർജനം നടത്തിയ ശേഷം കൈകളൊന്ന് ശരിക്ക് സോപ്പിട്ട് കഴുകാതിരുന്ന ആ രോഗി തൊടുന്ന ഭക്ഷണ സാധനങ്ങളിലേക്ക് ബാക്ടീരിയ വ്യാപിക്കും. ബാക്ടീരിയ കലർന്ന വെള്ളത്തിൽ കഴുകിയ പഴം, പച്ചക്കറികൾ, ആ വെള്ളത്തിൽ നിന്നുള്ള മീനുകൾ, മാലിന്യം കലർന്ന പാലുൽപ്പന്നങ്ങളൊക്കെ രോഗപകർച്ചയ്ക്ക് കാരണമാവാം. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം ചെറിയ ചൂടിൽ തുടങ്ങുന്ന പനി ദിവസം പ്രതി വർദ്ധിച്ച് ഒരു 104.9 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയൊക്കെ ഉയരാം. പിന്നെ തലവേദന, ക്ഷീണം, ബലക്കുറവ്, പേശിവേദന, അമിത വിയർപ്പ്, വരണ്ട ചുമ, വിശപ്പില്ലായ്മ, വെയിറ്റ് ലോസ്, വയറുവേദന, ഒന്നെങ്കിൽ വയറിളക്കം അല്ലെ മലബന്ധം. ഇത് രണ്ടിലേതെങ്കിലും വരാം. പിന്നെ ചർമ്മത്തിൽ തിണർപ്പുകൾ, വീർത്ത വയറൊക്കെ ലക്ഷണങ്ങളാണ്. സമയത്തിന് ചികിത്സിച്ചില്ലെങ്കിൽ കണ്ണുകളൊക്കെ പാതി അടഞ്ഞ് ചലനം മറ്റ് കിടക്കുന്ന അവസ്ഥയിലേക്ക് വരെ രോഗി എത്താം. മലമൂത്ര രക്തപരിശോധനയിലൂടെയാണ് രോഗനിർണയം നടത്തുന്നത്. പലതവണ പരിശോധിച്ചെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഈ ടൈഫോയിഡ് ഒക്കെ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിച്ചാണ് ഈ ടൈഫോയിഡ് ചികിത്സിക്കുന്നത്. ഇതിൻ്റെ പ്രതിരോധം നോക്കുകയാണെങ്കിൽ ചൂടോടെ പാകം ചെയ്ത് വിളമ്പുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ശുദ്ധജലത്തിൽ കഴുകുകയോ തൊലി കളഞ്ഞോ ഒക്കെ ഉപയോഗിക്കുക. ഐസ് ഒഴിവാക്കുക. 20 സെക്കൻഡ് നേരമെങ്കിലും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക. പ്രത്യേകിച്ച് ബാത്റൂം ഉപയോഗിച്ച ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഒക്കെ കൈകൾ നല്ലതുപോലെ വൃത്തിയാക്കുക. ഇനി സോപ്പില്ലെങ്കിൽ 60% ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. അതെന്തെല്ലാമാണെന്ന് നോക്കാം. കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ ഈ സമയത്ത് ഒഴിവാക്കണം. അതായത് ഈ മലിനമായ വെള്ളത്തിൽ കഴുകിയേക്കാവുന്ന, അതായത് തൊലി കളയാൻ പറ്റാത്ത ചീര, ബെറി ഒക്കെ പോലുള്ള പച്ചക്കറികളും പഴങ്ങളും. പക്ഷേ ഏത്തപ്പഴം, അവോക്കാഡോ, ഓറഞ്ച് ഒക്കെ കഴിക്കാം. പിന്നെ ഈ മസാല, സ്പൈസി ആയിട്ടുള്ള എണ്ണമയമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, പിന്നെ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം. ഇനി എന്തൊക്കെ കഴിക്കണം എന്ന് നോക്കാം. അതായത് ഈ omega-3 ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് സോയാബീൻ, നട്ട്സ്, മുട്ട, ഫിഷ്, അതൊക്കെ കഴിക്കാം. പിന്നെ ശരീരത്തിന് കൂടുതൽ ഊർജം ലഭിക്കുന്ന കഞ്ഞി പോലെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം. വെള്ളം കൂടുതൽ കുടിക്കുക. ഫ്രൂട്ട് ജ്യൂസ്, ഈ കരിക്കും വെള്ളം, നാരങ്ങ വെള്ളം ഒക്കെ കൂടുതലായിട്ട് കൊടുക്കുക. കൂടാതെ ഉയർന്ന കലോറി അടങ്ങിയ ഭക്ഷണങ്ങളും ഈ സമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക.